2026 തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്കും നമ്മൾക്ക് പലതും കാണാം. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയുമ്പോഴായിരിക്കും അത് പ്രകടമാകാൻ പോകുന്നത്. ഇപ്പോഴിങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ നിൽക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ജില്ലാ പഞ്ചായത്തും ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഫലവും വന്നു കഴിയുമ്പോൾ അറിയാം കേരളത്തിൽ ഏത് മുന്നണിയായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന, ഒരു ചെറിയ കാറ്റ് വീശും. അതിൽ നിന്നായിരിക്കും പിന്നീട് ഈ മുന്നണി മാറ്റവും ഒക്കെ സംഭവിക്കുന്നത്. ഘടകകക്ഷികൾ മുന്നണി മാറും, വ്യക്തികൾ തന്നെ പാർട്ടി വിട്ട് വേറെ പാർട്ടികളിലേക്ക് പോകും. ഇനിയിപ്പോൾ സാധ്യത കൂടുതൽ ഉള്ളത് എവിടേക്കാണോ അത്തരത്തിൽ. ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല LDF തുടരുമോ, UDF വരുമോ എന്നുള്ളത്. UDF ഒരു സമയത്ത് നമുക്ക് കൃത്യമായ ഒരു പ്രവചിക്കാൻ കഴിയുമായിരുന്നു വരും എന്നുള്ളത്. പക്ഷെ ഇടയ്ക്കത് അടിതെറ്റി. ഒന്ന്, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രവർത്തനം വേണ്ട തരത്തിൽ നടത്താത്തത് കൊണ്ടും നല്ല പ്രതിപക്ഷമാകാത്തത് കൊണ്ടും കോൺഗ്രസ് പാർട്ടി പലതരത്തിലുള്ള സദാചാര പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ടും അതിൽ സംശയിച്ച് നമുക്ക് പറയാം ഇനി ഒരു പക്ഷേ അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറഞ്ഞു. LDF ഇതേ അവസരത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള പിണറായി വിരുദ്ധ തരംഗവും, എന്നാൽ ഹൈന്ദവ സമുദായത്തെ മുഴുവൻ ഏകീകരിച്ചു കൊണ്ടുവന്ന് ഹൈന്ദവ സമുദായത്തിൻ്റെ രക്ഷകരായി മാറുന്നു, അയ്യപ്പ ഭക്തരായി മാറുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ട് മുന്നണികളുടെ ഇടയിലൂടെ BJP കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു നിർണായകമായ നീക്കവുമുണ്ട്. 2016 BJP കേരളം ഭരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഏത് തരത്തിൽ എടുത്തു എന്നുള്ളത് നോക്കണം. അത് നിസ്സാരമായ രീതിയിൽ പലരും കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ അത് നിസ്സാരമായി കരുതാൻ പാടില്ല. കാരണം പറഞ്ഞത് അമിത്ഷായാണ്. അമിത്ഷാ ചില തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിൽ അതിസമർത്ഥനാണ്, ചാണക്യ തന്ത്രങ്ങളുള്ള ആളാണ്. കേരളത്തിലെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഏത് മുന്നണിയിലേക്കായിരിക്കും ചായ്വ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ UDF മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള, കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം അനുഭവപ്പെട്ടാൽ ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള പലരും ആ മുന്നണി വിട്ട്, കോൺഗ്രസ് വിട്ടിട്ട് BJPയിലേക്ക് വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. വളരെ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. തിരുവനന്തപുരത്തെയും കൊല്ലം ജില്ലകളിലെയും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. കോൺഗ്രസ് നേതാക്കന്മാരിലെ ഈ തലമുതിർന്നവർക്ക് ഇപ്പോഴും ഈ ആർത്തി അങ്ങോട്ട് അടങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. മണ്ടി കരയേറുന്നത് ആയുസ്സും, മണ്ടി കരയേറുന്നത് മോഹവും, എണ്ണി കുറയുന്നത് ആയുസ്സും എന്ന് പൂന്താനം എഴുതിയത് ഈ കോൺഗ്രസ്സുകാരെ കണ്ടിട്ടാണ്. കോൺഗ്രസിലെ തലമുതിർന്നിരിക്കുന്നവർക്ക് പോലും ഇനിയും അധികാരത്തിൽ ഇരുന്നാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പൊ PJ കുര്യനെ പോലുള്ളവർ കണ്ടിട്ടില്ലേ? KV തോമസിനെ ആർത്തി മൂത്തല്ലേ CPMന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡൽഹിയിലെ എന്തോ ഒരു ഗുണാണ്ടറായിട്ട് പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അവിടെ എന്തോ മറിക്കുന്നതായിട്ടാണ് അറിവ്. ലക്ഷക്കണക്കിന് ശമ്പളവും വാങ്ങിക്കുന്നുണ്ട്. പണ്ട് സുധാകരൻ ചോദിച്ചില്ലേ, G സുധാകരൻ, അങ്ങേർക്ക് അവിടെ എന്തോ പണി? 10-30 ലക്ഷം രൂപ എല്ലാം കൂടെ വരുമാനം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഇയാളെന്താ പുഴുങ്ങി തിന്നുകയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. ശരിയാണ് സുധാകരൻ ചോദിച്ചത്. സുധാകരൻ അത്തരത്തിലുള്ള ആർത്തിയും അധികാരമോഹമൊന്നുമില്ല. അതുകൊണ്ട് സുധാകരൻ ചോദിച്ചു. കോൺഗ്രസ്സുകാർക്ക് ആർത്തി അടങ്ങുന്നില്ല എന്നുള്ളതാണ്. പണം കൊണ്ടും സ്ഥാനം കൊണ്ടും ആർത്തി അടങ്ങുന്നില്ല. അപ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥി മോഹികളായിട്ട്, നമുക്കറിയാം കേരളത്തിൽ 140 സ്ഥാനാർത്ഥി മണ്ഡലങ്ങൾ പോരാ, അതിൽ കൂടുതൽ കിട്ടിയാലേ കോൺഗ്രസിന് തികയത്തുള്ളൂ. ഇപ്പൊ മുഖ്യമന്ത്രിമാരെ ആകാൻ എത്ര പേരാ കോൺഗ്രസ് നിൽക്കുന്നത്?
ഒരു മാസം ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ 5 വർഷം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുപ്പായമണിഞ്ഞ് നിൽക്കുന്നവരുണ്ട് കേരളത്തിൽ. ഇ ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ശശി തരൂരും കെ മുരളീധരനും അടൂർ പ്രകാശും എന്താ ഒരു കുറവ്? കൊടിക്കുന്നിൽ സുരേഷ് വരെ അയാൾ കൊള്ളാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനമോഹികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിലെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ BJP-യിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം LDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ പോലും അതിന് വലിയ പ്രതീക്ഷ വേണ്ട എന്നുള്ള രീതിയിലും അധികം വൈകാതെ തന്നെ BJP അധികാരത്തിൽ വരും എന്നുള്ള കണക്കുകൂട്ടൽ ഈ കോൺഗ്രസ്സുകാർക്കുണ്ട്. BJP വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടിയല്ലേ മുമ്പോട്ട് പോകുന്നത്. ഏതാണ്ട് ഒരു 20 സീറ്റിലെ A ക്ലാസ് B ക്ലാസ് മണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. 11 A ക്ലാസ്, 9 B ക്ലാസ്. ആ മണ്ഡലങ്ങളിലെ വിജയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അതിനിർണായകമായ നീക്കം തന്നെയാണ്. ഈ A ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോൾ അതിൽ BJP-യുടെ തലമുതിർന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ തന്നെ മത്സരിക്കും. കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും പിന്നെ മറ്റ് പ്രധാനപ്പെട്ട PK കൃഷ്ണദാസ്, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, ഈ ഒരു നിരയായിരിക്കും. അതുപോലെ തന്നെ ക്രൈസ്തവ മുഖമുണ്ട്, അത് അനൂപ് ആന്റണിയെ പോലുള്ളവരൊക്കെ തന്നെ, ഷോൺ ജോർജ്, ഇവരൊക്കെ A ക്ലാസ് മണ്ഡലങ്ങൾ തന്നെയായിരിക്കും മത്സരിക്കുക. പിന്നീട് പിന്നെ A ക്ലാസ് B ക്ലാസ്, പിന്നെ അതുകൂടാതെ ഒരു 20 മണ്ഡലം ഇവർ മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റ് മുന്നണികളിൽ അതിർത്തരായി നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനം മോഹിച്ച് നടക്കാതിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന. ഇപ്പൊ നമുക്കറിയാം, BJP-യിൽ സ്ഥാനമോഹിയായ ഒരാള് സ്ഥാനാർത്ഥി ആയിട്ട് നടന്നു, കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിലേക്ക് വന്നിയാണ്. ആളിന്റെ ഭാവി കോൺഗ്രസിൽ 2026 എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. സന്ദീപ് വാര്യര് തൃശ്ശൂർ മത്സരിക്കുമോ അവിടെ മത്സരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് കിടക്കുക. ഇടയ്ക്ക് അറിയുന്നുണ്ട് ലീഗിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോയി മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ലീഗിന്റെ കോട്ടകളിൽ ആർക്കും സുരക്ഷിതമായി മത്സരിക്കാം, അവിടെ വേറെ പാരവെപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് കടന്നു വരാൻ പോകുന്നത് തിരുവനന്തപുരത്ത് കൊല്ലം ജില്ലയിലുള്ള ഒരു 4 പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ്. അതൊന്നും ഈ യുവനിരയിൽ നിന്നല്ല, ഒരു മധ്യനിര കഴിഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്നാണ് 2 പ്രധാനികൾ. ഇപ്പൊ നോക്കണം, 2026 കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്തായിരിക്കും? മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള കലഹം അതിരൂക്ഷമായിരിക്കും. കെട്ടിയിറക്കുമോ KC വേണുഗോപാലിനെ, അതോ ശശി തരൂരിനെ ഇറക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ആരെ ഇറക്കിയാലും ഇവിടെ ഉള്ളവരായാലും ശരി തന്നെ ഭരിച്ചാലും അവർക്ക് സ്വസ്ഥമായി ഭരിക്കാൻ ഇടം കിട്ടത്തില്ല, പിന്നെ അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടാക്കണം. പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്സുകാരെല്ലാം പിന്നെ ഉടുത്തിരിക്കുന്ന മുണ്ട പറിച്ച് അരയിൽ ചുറ്റി ഓച്ചാനിച്ച് നിൽക്കും. പലരും വയനാട്ടിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ലേ? പ്രിയങ്ക ഗാന്ധി അല്ലെ രാഹുൽ ഗാന്ധി വന്നപ്പം ഓച്ചാനിച്ച് മാറി നിന്നില്ലേ? ഏത് കുറ്റിച്ചൂലും ജയിക്കുന്ന മണ്ഡലമാണ് വയനാടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആരെയും ഭരിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി പേരിങ്ങനെ സ്ഥാനമോഹികളായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാസത്തിൽ ഒരു മുഖ്യമന്ത്രി വെച്ച് പോകാനുണ്ട്. കർണാടകത്തിൽ പറയുന്നത് 2.5 വർഷമാണ്. 2.5 വർഷത്തിൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി മാറിക്കൊടുക്കാൻ ചിലപ്പോൾ തയ്യാറാകുമോ എന്ന് സംശയമാണ്. അതാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രധാനപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ പോലുള്ള. ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. 2026 അദ്ദേഹം മുഖ്യമന്ത്രി UDF അധികാരത്തിൽ വന്നു. ചെന്നിത്തല മുഖ്യമന്ത്രി ആയില്ല, പിന്നെ എപ്പോഴാണ് ആകുക? 2031 2031 വരെ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാകുമോ? അഥവാ ഉണ്ടായാൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് വയസ്സെത്രയാവും? അതുവരെ കാത്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇദ്ദേഹം വേറെ വഴി തേടും. അത് കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാർ തന്നെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകാനുള്ള സാധ്യത
ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ് സ്ഥാനം കിട്ടാതെ വരുമ്പോൾ തന്നെ അനുഭവപ്പെടും. അതിനു മുമ്പായിട്ട് ഈ പറഞ്ഞ തരത്തില് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുന്നണി മാറ്റത്തിന് പാർട്ടി മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നാണ് അറിയുന്നത്. അവർക്കുള്ള മണ്ഡലവും BJP തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്.